സിംബ ആദ്യമായി ഓന്തിനെ കണ്ടപ്പോൾ ദേഷ്യത്തോടെ അലറി. പക്ഷേ തിരിഞ്ഞു നോക്കിയപ്പോൾ താഴ്വരയിൽ നിന്ന് ഒരു കൂട്ടം കാട്ടുപോത്തുകൾ തന്റെ നേർക്ക് പാഞ്ഞുവരുന്നത് കണ്ടു. അവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് അതിന് മനസ്സിലായി. അത് ജീവൻ രക്ഷിക്കാൻ ഓടാൻ തുടങ്ങി. വാസ്തവത്തിൽ ഈ കാട്ടുപോത്തുകൾ ചില വേട്ടക്കാരായ കഴുതപ്പുലികളെ പേടിച്ച് ഓടുകയായിരുന്നു. സിംബ ചതഞ്ഞരയാൻ തുടങ്ങിയപ്പോൾ അതൊരു ചെറിയ പാറയുടെ പിന്നിൽ തിരിഞ്ഞൊളിച്ചു. അങ്ങനെ അത് രക്ഷപ്പെട്ടു. പക്ഷേ അപകടം മാറിയിരുന്നില്ല. ആ പാറ വളരെ ചെറുതായിരുന്നതുകൊണ്ട് ഏത് നിമിഷവും താഴെ വീഴാമായിരുന്നു. സിംബ ധൈര്യം സംഭരിച്ച് വീണ്ടും ഓടുകയും ഉണങ്ങിയ ഒരു മരത്തിലേക്ക് ഉയരത്തിൽ ചാടി അതിന്റെ ഒരു കൊമ്പിൽ എത്തുകയും ചെയ്തു. എന്നാൽ കാട്ടുപോത്തുകളുടെ പാച്ചിൽ വളരെ വലുതായിരുന്നതുകൊണ്ട് ആ മരം അധികനേരം അവിടെ നിൽക്കാൻ പോകുന്നില്ലായിരുന്നു. സിംബ പ്രതീക്ഷ കൈവിടാൻ തുടങ്ങിയപ്പോഴാണ് അതിന്റെ അച്ഛൻ മുഫാസ അവിടേക്ക് വന്നത്. മുഫാസ തന്റെ മകനോട് പറഞ്ഞു, പേടിക്കേണ്ട മകനെ, പതുക്കെ താഴെ ഇറങ്ങാൻ ശ്രമിക്കൂ. അപ്പോഴേക്കും ഒരു വലിയ പോത്ത് മുഫാസയെ ശക്തമായി ഇടിച്ചു. അയാൾ താഴെ വീണു. സിംബയും തെന്നി താഴെ വീണു. കാട്ടുപോത്തുകൾ അവരുടെ തലയ്ക്ക് മുകളിലൂടെ പാഞ്ഞു പോവുകയായിരുന്നു. സിംബയ്ക്ക് ആകെ പേടിയായി. അപ്പോൾ മുഫാസ ചാടി സിംബയെ വായിൽ കടിച്ച് സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റി. പക്ഷെ അയാൾ അവിടെ തന്നെ കുടുങ്ങി. മുകളിൽ നിന്നു സിംബ ആകാംക്ഷയോടെ തന്റെ അച്ഛനു വേണ്ടി കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞ് മുഫാസ എങ്ങനെയോ മുകളിലേക്ക് കയറി. അയാളെ കണ്ടതും സിംബയ്ക്ക് ആശ്വാസമായി. മുഫാസ തന്റെ സർവശക്തിയും കഴിവും ഉപയോഗിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. അവസാനത്തെ ഒരു പടി മാത്രം ബാക്കിയുള്ളപ്പോൾ ഷേർഖാൻ അവിടെയെത്തി. കുറച്ചു സമയത്തിനു ശേഷം മൃഗങ്ങളുടെ പാച്ചിൽ നിന്നു. സിംബ താഴെയിറങ്ങിയപ്പോൾ തന്റെ അച്ഛൻ മുഫാസ പരിക്കേറ്റ് നിലത്ത് കിടക്കുന്നത് കണ്ടു. സിംബ നിസ്സഹായനായി തന്റെ അച്ഛനെ വിളിച്ചുണർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അത് അയാളെ പതിയെ തട്ടിനോക്കി. പക്ഷേ ഇത്തവണ അയാൾ എഴുന്നേറ്റില്ല. സിംബ അയാളുടെ ശരീരം കെട്ടിപ്പിടിച്ച് അവിടെയിരുന്നു. അപ്പോഴാണ് ഷേർഖാൻ പതുക്കെ പിന്നിൽ നിന്നു അവിടേക്ക് വന്നത്. ഷേർഖാൻ സിംഹക്കുട്ടിയോട് ഇതിനെല്ലാം കാരണം നീയാണ് എന്ന് പറയുകയും മുഫാസയുടെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സിംബയിൽ ചുമത്തുകയും ചെയ്തു. പിന്നീട് ഷേർഖാൻ സിംബയെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു, ഇപ്പോൾ നീ ഇവിടെ നിന്ന് ഓടിപ്പോവണം, അല്ലെങ്കിൽ മറ്റു കാട്ടുമൃഗങ്ങൾ അവനെ കൊല്ലും. നിസ്സഹായനായ സിംബ പേടിച്ച് അവിടെ നിന്നു ഓടിപ്പോയി. അപ്പോൾ ഒരു കൂട്ടം വേട്ടക്കാരായ കഴുതപ്പുലികൾ മൂടൽമഞ്ഞിൽ നിന്നു പുറത്തുവന്നു. വാസ്തവത്തിൽ ഈ ഗൂഢാലോചന മുഴുവൻ മെനഞ്ഞത് ഷേർഖാനായിരുന്നു. സിംബയുടെ പിന്നാലെ ഷേർഖാൻ വേട്ടക്കാരായ കഴുതപ്പുലികളെ അയച്ചു. സിംബ ഭയം കാരണം വഴിതെറ്റി ഒരു ആഴമുള്ള കിടങ്ങിൽ വീണു. കഴുതപ്പുലികൾ അവിടെ എത്തിയപ്പോൾ താഴെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. സിംബ മരിച്ചെന്ന് അവർ വിചാരിച്ചു. അവർ തിരിച്ചുപോയി ഷേർഖാനെ സന്തോഷവാർത്ത അറിയിച്ചു. ഷേർഖാൻ ആരുടെയും എതിർപ്പില്ലാതെ രാജാവിന്റെ സിംഹാസനം ഏറ്റെടുത്തു. പ്രൈഡ്ലാൻഡിന്റെ സുരക്ഷയുടെ പേരിൽ അയാൾ ആ കഴുതപ്പുലികളെ അവിടേക്ക് വിളിച്ചുവരുത്തി. പക്ഷേ സിംബ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല.